ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം 1 ശമൂവേൽ 29 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ന്യായാധിപന്മാർ 9 അധ്യായം 39 വാക്യം. ഗാൽ ശേഖേം പൗരന്മാരുമായി പുറപ്പെട്ട് അബീമേലെക്കിനോട് പടവെട്ടി. ഏബദിൻ്റെ മകനായിരുന്നു ഗാൽ. വേദപുസ്തകത്തിലെ ഒരു ചെറിയ കഥാപാത്രമായിട്ടാണ് നമുക്ക് ഗാലിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ന്യായാധിപന്മാർ 9 അധ്യായം 21 മുതലുള്ള ഭാഗത്താണ് ഈ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഗാൽ അബീമേലെക്കിൻ്റെ ശേഖേം ആധിപത്യത്തെ എതിർത്തിരുന്നു. ന്യായാധിപനായ ഗിദെയോൻ്റെ ശേഖേമിലെ വെപ്പാട്ടിയുടെ മകനാണ് അബീമേലെക്ക്. അബീമേലെക്ക് തൻ്റെ 70 സഹോദരന്മാരെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടാണ് ശേഖേമിൻ്റെ അധിപനായിട്ട് തീർന്നത്. ഈ ആധിപത്യത്തെ എതിർത്ത വ്യക്തിയായിരുന്നു ഗാൽ. ഈ വ്യക്തിയെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട്, മറ്റുള്ളവരുടെ വിശ്വാസം പിടിച്ചുപറ്റുന്ന നേതാവായിരുന്നു ഗാൽ. ഗാലും തൻ്റെ സഹോദരന്മാരുമായി ശേഖേം പട്ടണത്തിൽ വന്നു. തുടർന്ന് ശേഖേം നിവാസികളെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തി അവരുടെ വിശ്വാസം പിടിച്ചുപറ്റുന്നതായി കാണുന്നു. 27 വാക്യത്തിൽ അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടി തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിക്കുകയും അബീമേലെക്കിനെ ശപിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതിനുശേഷം ഏവരെയും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഗാലിൻ്റെ ആ സംഭാഷണം ചെന്ന് എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ഗാൽ പറയുന്നുണ്ട്, അബീമേലെക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ആർ? ശേഖേം ആരാണ്? അവൻ എരുബാലിൻ്റെ മകനും സെബൂൽ അവൻ്റെ കാര്യസ്ഥനും അല്ലയോ? അവൻ ശേഖേമിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. നമ്മൾ എന്തിനാണ് അവനെ സേവിക്കുന്നത് എന്ന്. ഏവരുടെയും വിശ്വാസം പിടിച്ചുപറ്റിയിട്ട് മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്ന അനുഭവത്തിലേക്ക് ഗാൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, തോറ്റ് പിന്മാറേണ്ടി വരുന്ന നേതാവായി തീരുന്നു ഗാൽ. ഗാലിൻ്റെ സംഭാഷണവും രീതികളും കണ്ടപ്പോൾ നഗര അധിപനായ സെബൂലിൻ്റെ കോപം ജ്വലിച്ചു എന്ന് അവിടെ പറയുന്നു. അദ്ദേഹം രഹസ്യമായി ഈ വിവരം അബീമേലെക്കിനെ അറിയിക്കുന്നു. ഇതാ, ഏബദിൻ്റെ മകനായ ഗാലും അവൻ്റെ സഹോദരന്മാരും ശേഖേമിൽ വന്നിരിക്കുന്നു. അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു എന്നുള്ള വിവരം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഗാലിനെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുവാനായി അബീമേലെക്കും തൻ്റെ കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് വരുന്നുണ്ട്. തുടർന്ന് ഗാൽ ശേഖേം പൗരന്മാരുമായി പുറപ്പെട്ട് അബീമേലെക്കിനോട് പടവെട്ടുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ അവസാനം ഗാൽ തോറ്റ് പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അബീമേലെക്ക് അരൂമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് കാണുന്നു. അങ്ങനെ അബീമേലെക്കിനോട് തോറ്റ് പിന്മാറേണ്ടി വരുന്ന ഒരു അനുഭവം ഗാലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ധിക്കാരം നിറഞ്ഞ ജീവിത രീതിയാണ് നാം ഇവിടെ കണ്ടത്. ജീവിക്കുവാൻ ദൈവം അവസരം നൽകുമ്പോൾ താഴ്മയോടെ വിനയത്തോടെ ദൈവ ആശ്രയത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് ജീവിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, താഴ്മയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.